എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. വളരെ ഈസി ആയിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. ഇതൊരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ്. നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യം, ഡിഫ്തീരിയ രോഗനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് വിച്ച് ഇസ് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ഡിഫ്തീരിയ. 2 ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ജൂട്ട് കോർപ്പറേഷൻ. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം. ചൈൽഡ് ലൈൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിച്ച് ഇയർ ഇസ് ദ ക്വസ്റ്റ്യൻ. 4 കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു? 5. 6 ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏത് ബാങ്കാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. 7 ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെഡ്യൂളാണ് ചോദിച്ചിരിക്കുന്നത്. 8 രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രക്രിയ കടമെടുത്തിരിക്കുന്ന ഏത് രാജ്യത്തിൽ നിന്നാണ്? നോമിനേഷൻ ടു ദി രാജ്യസഭ, അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്. നോമിനേഷൻ ടു ദി അപ്പർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അവസാനം പിൻവാങ്ങിയ ശക്തി, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അവസാനം ഇന്ത്യയിൽ നിന്ന് വിട്ട രാജ്യമേതാണ്? 10 മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം. മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം ഒരു ബാറ്റിൽ ഓഫ് പാനിപ്പറ്റൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് അറിയാമെങ്കിൽ അത് ഈസിയാണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്. ആദ്യത്തെ ചോദ്യം, ഡിഫ്തീരിയ രോഗനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഷിക് ടെസ്റ്റ്. 2 ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം വെസ്റ്റ് ബംഗാൾ. 3 ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1996 കേട്ടോ, 1996. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്? ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനം കർണാടക, ബസവണ്ണ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു? 45ാമത്തെ പ്രസിഡൻ്റായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റായിരുന്നു? 45ാമത്തെ പ്രസിഡൻ്റായിരുന്നു. ബാങ്കുകളുടെ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ബാങ്കിനെയാണ് ബാങ്ക് ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഇന്ത്യനെ സംബന്ധിച്ച് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8th ഷെഡ്യൂളിലാണ്. 8th ഷെഡ്യൂൾ. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രക്രിയ കടമെടുത്ത ഏത് രാജ്യത്തു നിന്നാണ്? രാജ്യസഭയിലേക്ക് നോമിനേഷൻ എവിടെ നിന്നാണ്? അയർലൻഡ്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും അവസാനം പിൻവാങ്ങിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗീസ്. 10 മുഗൾ രാജവംശം നിലവിൽ വന്ന വർഷം? 1526. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും CPO ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെ എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. വളരെ ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും കട്ട് ഓഫ് 10ൽ 10 തന്നെ വെക്കാം അല്ലേ? ബൈ, ടേക്ക് കെയർ.